ഇവിടെ നിന്ന് ബ്രിട്ടീഷുകാർ 1947 ഇട്ടിട്ട് പോയത് ഇവിടുത്തെ സമരങ്ങളുടെ ശക്തി കൊണ്ടൊന്നുമല്ല കേട്ടോ. ഇവിടെ നിന്ന് കക്കാവുന്നത് മുഴുവൻ കത്ത്, കൊള്ളയടിക്കാവുന്നത് മുഴുവൻ കൊള്ളയടിച്ച് നമ്മൾ ഊറ്റാവുന്നത് മുഴുവൻ ഊറ്റി തീർത്തു എന്നുള്ള ബോധ്യത്തിലാണ്. ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർക്കുള്ള ദേശീയ റെയിൽപാത ഉണ്ടല്ലോ, അതുണ്ടാക്കി നമ്മുടെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, നിലമ്പൂരിലെ തേക്ക് കടത്താൻ വേണ്ടിയിട്ടാണ്. പണ്ട് മൂന്നാറിലൊക്കെ ഇതുപോലെ തന്നെ ഒരു സാധനം ഉണ്ടാക്കിയിരുന്നു, അവിടെ നിന്നുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളെ ഈ ഊറ്റലിന്റെ കഥയൊന്നും ശശി തരൂരിന്റെ ഒരു പുസ്തകത്തിൽ ദ എറ ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് മുഗളന്മാര് ഇവിടുത്തെ ഭരണം അവസാനിക്കുന്ന കാലത്ത് ലോകത്തിലെ സമ്പത്തിന്റെ 10% ഇന്ത്യക്ക് സ്വന്തമായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് വിട്ടിട്ട് പോകുന്ന സമയത്ത് ലോകത്തിലെ സമ്പത്തിന്റെ 0.1%, 0.1% പോലും ഇന്ത്യക്ക് സ്വന്തമായിരുന്നില്ല. ഇത് ഒരു ചരിത്രവും നമ്മളെ പഠിപ്പിക്കില്ല കേട്ടോ. കാരണം ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കാതിരിക്കുന്നതിന്റെ പുറകിലുള്ളത് മധ്യകാല ഇന്ത്യയുടെ ചരിത്രം മതവെറിയുടെ ചരിത്രമായിരുന്നെന്നും നമ്മുടെ നാട് ആർഷഭാരത പൈതൃകത്തിന്റെ സമ്പന്നമായ ഒരു പുണ്യഭൂമിയായിരുന്നെന്നും അതിനെ ഇല്ലാതാക്കി തീർത്തത് നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളാണെന്നും മുഗൾ ആധിപത്യമാണ് എന്നും പഠിപ്പിക്കുന്നതിന്റെ ഭാഗമാണ്. നോക്കൂ, 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. മധ്യകാല ഇന്ത്യയുടെ ചരിത്രം മതവെറിയുടെ ചരിത്രമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവരെടുത്ത് ഉപയോഗിക്കുന്ന പേര് ഔറംഗസീബിൻ്റെതാണ്. ഔറംഗസീബിന്റെ സഹോദരനായിരുന്ന ദാരാ ഷിക്കോ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് ഒരു ചരിത്ര പുസ്തകവും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. ദാരാ ഷിക്കോ എന്ന് പറയുന്ന മനുഷ്യനില്ലായിരുന്നെങ്കിൽ ആർഷഭാരത പൈതൃകത്തിന്റെ ഉത്തുംഗ പ്രതീകമെന്ന് ഇവരൊക്കെ കൊട്ടിഘോഷിക്കുന്ന ഉപനിഷത്തുണ്ടല്ലോ, ഈ ഉപനിഷത്തുകളെ കുറിച്ച് ലോകം അറിയുമായിരുന്നില്ല. ഔറംഗസീബിന്റെ സഹോദരനായിരുന്നു ദാരാ ഷിക്കോ. ഷാജഹാന്റെ മക്കളായിട്ടുള്ള ഷൂജയും മുറാദും ഔറംഗസീബും ഒക്കെ രാജ്യത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുകയും കുത്തുകയും ചെയ്യുന്ന കാലത്ത് ദാരാ ഷിക്കോ അതിൽ നിന്നെല്ലാം വിട്ടുനിന്ന് ലോകത്തുള്ള മുസ്ലിങ്ങളും മറ്റു മതസ്ഥരും ഏകോദര സഹോദരന്മാരാണെന്ന സന്ദേശം പ്രചരിപ്പിക്കാനായിട്ട് തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചു. സഹോദരന്റെ കൈകൾ കൊണ്ട് തുറങ്കിലടക്കപ്പെടുകയായിരുന്നു ദാരാ ഷിക്കോ. തുറങ്കിലാണെങ്കിലും രാജകുമാരന് കിട്ടുന്ന ചില പ്രിവിലേജുകളുണ്ടല്ലോ, ആ പ്രിവിലേജുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ബനാറസിൽ നിന്ന് സംസ്കൃത പണ്ഡിതന്മാരെ വരുത്തി ഉപനിഷത്തുകൾ പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഉപനിഷത്തുകൾ മറ്റു പലരുടെയും സഹായത്തോടു കൂടിയിട്ടാണെങ്കിലും ആ ഉപനിഷത്തുകൾ 50ഓളം ഉപനിഷത്തുകൾ അദ്ദേഹം പേഴ്സ്യനിലേക്ക് വിവർത്തനം ചെയ്തു. അതിനു മുമ്പ് ഇവന്മാർക്ക് ഈ പറച്ചിലേ ഉള്ളൂ കേട്ടോ. വേദം, ഉപനിഷത്ത്, രാമായണം, മഹാഭാരതം, ഗീത എന്നൊക്കെ പറച്ചിലേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ഒരു 5 പൈസ ഈ സാധനം വായിച്ചു നോക്കിയിട്ട് പറയാൻ ആരോടെങ്കിലും വേണമെങ്കിൽ ചോദിച്ചോ. ഒരു തർക്കമില്ലാത്ത കാര്യം. അങ്ങനത്തെ ആൾക്കാരാണ്. അതിനു മുമ്പ് ഉപനിഷത്തിനെ കുറിച്ച് ആകെ ഇന്ത്യയിൽ പഠിച്ചത് 4 ആളുകളായിരുന്നു. ഒന്ന് ശങ്കരൻ ഉണ്ടായിരുന്നു, രാമാനുജൻ ഉണ്ടായിരുന്നു, മാധവൻ ഉണ്ടായിരുന്നു, സായണൻ ഉണ്ടായിരുന്നു. സായണന് 3 നൂറ്റാണ്ടിനിപ്പുറത്താണ് ദാരാ ഷിക്കോവിന്റെ വരവ്. 150 കൊല്ലം ആ വിവർത്തനം അങ്ങനെ കിടന്നു. അതിനുശേഷമാണ് ആൻക്വിറ്റിൽ ദൂ പറോൺ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ കത്തോലിക്ക പാതിരി ഇത് ലത്തീനിലേക്ക് മൊഴിമാറ്റം നടത്തുന്നത്. പിന്നീട് അവിടെ നടന്നത് വിവർത്തനങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. അങ്ങനെയാണ് ഷോപ്പനോവറിലൂടെ, മാക്സ് മുള്ളറിലൂടെ, പോൾ ഡ്യൂസനിലൂടെ ഉപനിഷത്തുകളെ കുറിച്ചുള്ള കഥ ലോകം മുഴുവൻ അറിയുന്നത്. ആർഷഭാരത പൈതൃകത്തിന്റെ പ്രതീകമെന്ന് ഇവർ കൊട്ടിഘോഷിക്കുന്ന ഉപനിഷത്തുകളുടെ അതിജീവനത്തിന്റെ പാതയിൽ ഒരു മുസ്ലിം രാജകുമാരന്റെ രക്തവും ഒരു ലത്തീൻ കത്തോലിക്ക പാതിയുടെ കണ്ണുനീരുമുണ്ടെന്നുള്ള കഥയുണ്ടല്ലോ, അത് ലോകത്തിന്റെ സാംസ്കാരിക ചരിത്രങ്ങളുടെ മേളനങ്ങളിൽ നമ്മൾ എഴുതി വെക്കപ്പെടേണ്ട, കനകലിപികളിൽ എഴുതി വെക്കേണ്ട ഒരു ചരിത്രമാണ്. പക്ഷെ ആ ചരിത്രം നമ്മളെ ആരും പഠിപ്പിക്കില്ല കേട്ടോ. കാരണം ആ ചരിത്രം പഠിപ്പിച്ചാലുള്ള കുഴപ്പമെന്നറിയോ, ബാബറി മസ്ജിദ് പൊളിക്കാൻ തോന്നില്ല എന്നേ.